Okay. Okay. In our last class, we are discussing about Ronnie's house. Ronnie's house ne kuറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? About Ronnie's house. Look at that picture. That is Ronnie's house. അതാണ് റോണിയുടെ വീട് അല്ലേ? There are many rooms in his house. അല്ലേ? റോണിയുടെ ഹൗസിന് എന്തുണ്ട്? Many rooms അല്ലേ? ഒരുപാട് rooms ഉണ്ട്. That is a big house അല്ലേ? Ronnie's house is very big because there are many rooms in his house. അവന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരുപാട് മുറികൾ ഉണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലും ഒരുപാട് മുറികൾ ഉണ്ടാവാം അല്ലേ? ഒരുപാട് മുറികൾ ഉണ്ടാവാം. എന്താണ്? ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം ഇതൊക്കെ എന്താണ്? നമ്മുടെ വീട്ടിലുള്ള മുറികളാണ് അല്ലേ? ഓക്കെ, നമ്മുടെ വീട്ടില് ഏതൊക്കെ മുറികളാണ് ഉണ്ടാവുക? ലുബാബ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ ഓക്കെ, നമ്മുടെ വീട്ടില് എന്തൊക്കെ മുറികളാണ് ഉണ്ടാവുക മോളെ? How many rooms? Which types of rooms? Living room, bedroom, kitchen, bathroom. Okay, very good. Living room, bedroom, kitchen, bathroom. അല്ലേ? These are the rooms of Ronnie's house അല്ലേ? റോണിയുടെ ഹൗസിലുള്ള റൂംസ് ആണ് ഇതൊക്കെ അല്ലേ? അവിടെ എന്തുണ്ട്? ലിവിംഗ് റൂം ഉണ്ട് അല്ലേ? ലിവിംഗ് റൂം എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് കയറി വരുമ്പോ തന്നെ എന്താണ്? നമ്മുടെ ടിവിയും നമ്മുടെ ചെയറും സോഫയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂമാണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലേ? നമ്മുടെ ഹൗസിന്റെ മെയിൻ ആയിട്ടുള്ള റൂം അല്ലേ? നമ്മൾ സെൻട്രൽ ഹാൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ ലിവിംഗ് റൂം അല്ലേ? ഓക്കെ, this is Ronnie's house living room. Okay, then this is the bedroom. Next picture നോക്കുക. That is the bedroom of Ronnie's house അല്ലേ? റോണിയുടെ ഹൗസിലെ ബെഡ്റൂം ആണത് അല്ലേ? ഓക്കെ, നമ്മുടെ വീടുകളിലും ബെഡ്റൂം ഉണ്ടാകാറുണ്ട് അല്ലേ? ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ? ബെഡ്റൂമിൽ what we do? എന്താണ് മോളെ ചെയ്യാ? ബെഡ്റൂമിൽ എന്താ ചെയ്യാ? ആദിശ്രീ പറയുന്നു ഉറങ്ങുക ചെയ്യാന്നല്ലേ ആദിശ്രീ? ഓക്കെ, സിയ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ സിയ? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, പറയൂ സിയ എന്താണ് ചെയ്യാ ബെഡ്റൂമില്? മിസ് കേട്ടില്ല. ആ, കിടന്നുറങ്ങാണ് ചെയ്യാ അല്ലെ ബെഡ്റൂമില്? അതാണ് നമ്മുടെ ബെഡ്റൂം അല്ലെ? നമ്മള് കിടന്നുറങ്ങുന്ന നമ്മുടെ റൂം അല്ലെ? ഓരോരുത്തർക്കും ഓരോരോ ബെഡ്റൂം ഉണ്ടാകാം അല്ലെ? നമ്മള് കിടന്നുറങ്ങുന്ന നമ്മുടെ റൂമാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ, then എന്താണ്? This is the kitchen. Look at that picture. That is Ronnie's kitchen അല്ലേ? റോണിയുടെ വീട്ടിലെ കിച്ചൺ ആണത്. നോക്കുക, that is Ronnie's kitchen. Okay, കിച്ചണിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എവിടുന്നാണ്? കിച്ചണിൽ നിന്നാണ് അല്ലേ? നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പ്ലേസ് ആണ് അല്ലെ കിച്ചൺ? നമ്മള് കുക്ക് ചെയ്യുന്ന പ്ലേസ് അല്ലേ? അല്ലേ ആദിശ്രീ? കിച്ചണിൽ നമ്മൾ എന്താണ് ചെയ്യാ ആദിശ്രീ? ആദിശ്രീ എന്താണ് കിച്ചണിൽ ചെയ്യാറ്? ഫുഡ് ഉണ്ടാക്കും അല്ലേ? ആദിശ്രീ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെന്നാണല്ലോ മിസ് കേട്ടത്. ഇല്ല അല്ലേ? പിന്നെ ആരാണ് ഫുഡ് ഉണ്ടാക്കുക? അമ്മയാണ് ഫുഡ് ഉണ്ടാക്കുക അല്ലേ? നമ്മുടെ അമ്മമാര് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന പ്ലേസ് ആണല്ലേ നമ്മുടെ കിച്ചൺ. അവര് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത് എവിടുന്നാണ്? കിച്ചണിൽ നിന്നാണ് അല്ലേ? ദാറ്റ് ഇസ് ദ പ്ലേസ് ഓഫ് കുക്കിംഗ് ഫുഡ് അല്ലേ? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് നമ്മുടെ കിച്ചൺ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെയല്ലേ? ആരെങ്കിലും കിച്ചണിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ആരെങ്കിലും? ആ, ഫാത്തിമ, മെഹ്റിൻ, പിന്നെ ആരാണ്? ഇഷാനി ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇഷാനി അമ്മേനെ? ആ, സിയ, ഫാത്തിമ, ഓക്കെ, നീറ്റാഷ, ഓക്കെ, ആദിശ്രീ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ആ, ഏബിൾസിൻഡോ അമ്മേനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് മോനെ കുക്ക് ചെയ്യാൻ? ഓക്കെ, എന്ത് ഹെൽപ്പാ ചെയ്യാ? ഇഷാനി എന്ത് ഹെൽപ്പാ ചെയ്യാ? ഇഷാനി അമ്മേനെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ? ഫുഡ് കഴിച്ചിട്ടാണോ ഹെൽപ്പ് ചെയ്യാ? അല്ല, അമ്മ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാ ഞാൻ ഓടി ചെന്ന് എടുക്കും. ആ, വെരി ഗുഡ്. അമ്മ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാ
എന്ത് ചെയ്യും ഇഷാനി? ഓടി ചെന്ന് എടുത്തുകൊണ്ട് കൊടുക്കും അല്ലേ? ഗുഡ്. അങ്ങനെയാണ് വേണ്ടതല്ലേ? നമ്മള് നമ്മുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണ്ടേ? ചെയ്യണമല്ലേ? ഓക്കെ ഓക്കെ. ആദിശ്രീ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുക? ആദിശ്രീ എങ്ങനെ? അമ്മ വിളിച്ചാലേ സാധനം എടുക്കാൻ പറഞ്ഞാല് ഓടി ചെന്ന് എടുത്തു കൊടുക്കും. ആ വെരി ഗുഡ്. അമ്മ എന്തെങ്കിലും സാധനം എടുക്കാൻ പറഞ്ഞ ആദിശ്രീ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് എടുത്തു കൊടുക്കും അല്ലേ? ഫാത്തിമ മെഹ്റിൻ മോളെങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ അമ്മേനെ? എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ? അമ്മ പറഞ്ഞ സാധനം കൊണ്ട് കൊടുക്കും. ആ പറയുന്ന സാധനം കൊണ്ടു കൊടുക്കും അല്ലേ? എല്ലാരും നമ്മളെ കൊണ്ടാവുന്ന പോലെയാണ് ഹെൽപ്പ് ചെയ്യാ അല്ലേ? സിയ എങ്ങനെ ഹെൽപ്പ് ചെയ്യാ? സിയ ആ വെരി ഗുഡ്. പാത്രം കഴുകലുണ്ടല്ലേ? പാത്രം കഴുകാറുണ്ടോ? ഓക്കെ. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാ അല്ലേ? നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? അവര് കുക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് മോളെ? ചെറിയ പാത്രം. ആ ചെറിയ പാത്രം. ആ നല്ലതാണല്ലേ? നമ്മള് നമ്മുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? നമ്മുടെ ഗേൾസ് മാത്രല്ല ബോയ്സിനും ഹെൽപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം നമ്മള്. അവര് നമുക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ലുബാബ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യാ മോളെ? ചായ വെക്കാറുണ്ടോ ലുബാബ? എങ്ങനെയാ ചായ വെക്കുക? ഒന്ന് പറഞ്ഞേ മോളെ. എടുക്കണം. അതിലേക്ക് പാൽ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് തളിച്ചിടുമ്പോ ചായപ്പൊടി ഇടണം. എനിക്ക് പഞ്ചസാര ഇടണം. എനിക്ക് ഗ്ലാസ്സിലേക്ക് കുടിക്കണം. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. അങ്ങനെയാണ് ചായ ഉണ്ടാക്കുക അല്ലേ? വെരി ഗുഡ്. ലുബാബ പറഞ്ഞത് കേട്ടില്ലേ? എങ്ങനെയാണ് ചായ ഉണ്ടാക്കുകന്ന്? ഓക്കെ. അപ്പോ നമ്മളൊക്കെ നമ്മുടെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണമല്ലേ? അവര് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മള് ചെറുതായി ഹെൽപ്പ് ചെയ്യണമല്ലേ? നിറ്റാഷ മോള് ഹെൽപ്പ് ചെയ്യാറുണ്ടോ നിറ്റാഷ? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാ? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാ നിറ്റാഷ? പാത്രം കഴുകാറുണ്ടോ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഓക്കെ വെരി ഗുഡ്. എല്ലാവരും അപ്പോ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? അപ്പോ നമ്മുടെ പാരന്റ്സ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന പ്ലേസ് ആണല്ലേ കിച്ചൺ? ഓക്കെ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവര് ഉണ്ടാക്കി തരുന്ന പ്ലേസ് ആണ് കിച്ചൺ അല്ലേ? അപ്പൊ അവരെ നമ്മള് എന്ത് ചെയ്യണം? ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യണമല്ലേ? അവര് ഒരുപാട് ജോലിയെടുത്ത് വിഷമിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യണമല്ലേ? ഓക്കെ. ഫാത്തിമ ജാബിർ എന്താണ് മോളെ ഒന്നും മിണ്ടാത്തത്? ഫാത്തിമ ലിസൺ. ഓക്കെ ഓക്കെ. Then this is the bathroom അല്ലേ? എല്ലാ വീട്ടിലും എന്തുണ്ടാവും? ബാത്റൂം ഉണ്ടാവും അല്ലേ? This is Ronnie's bathroom. റോണിയുടെ ബാത്റൂം ആണത് അല്ലേ? റോണിയുടെ ബാത്റൂം ആണത്. ഓക്കെ. റോണിയുടെ വീട്ടിലെ ലിവിംഗ് റൂം നമ്മൾ കണ്ടു. റോണിയുടെ വീട്ടിലെ ബെഡ്റൂം, then റോണിയുടെ കിച്ചൺ, then this is the bathroom of Ronnie's house. റോണിയുടെ ഹൗസിലെ ബാത്റൂം ആണ് അല്ലേ? ബാത്റൂമും ടോയ്ലറ്റും അല്ലേ ആ കാണുന്നത്? ഓക്കെ. എല്ലാവരുടെ വീട്ടിലും എന്തുണ്ടാവും? ബാത്റൂം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തുണ്ട്? നമ്മുടെ എല്ലാവരുടെയും ഹൗസിന് എന്തുണ്ട്? നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണല്ലേ നമ്മുടെ ഹൗസ് അല്ലേ? We are living with our parents. That is known as house അല്ലേ? നമ്മുടെ പാരന്റ്സിന്റെ കൂടെ താമസിക്കുന്ന നമ്മുടെ പ്ലേസിനെയാണ് ഹൗസ് എന്ന് പറയാ. ഓക്കെ. Then this is his house അല്ലേ? That is Ronnie's house, and that house have the living room, bedroom, kitchen and bathroom അല്ലേ? These are the rooms of Ronnie's house. There are many rooms of Ronnie's house. റോണിയുടെ ഹൗസിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും എന്തുണ്ട്? There are many rooms അല്ലേ? Just like living room,
ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം എക്സെട്രാസ്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന റൂംസ് അല്ലേ? ഓക്കെ ഓക്കെ, ഫാത്തിമ ജാബർ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ, ഏതൊക്കെ റൂംസ് ആണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക ഫാത്തിമ? എന്തൊക്കെ റൂംസ് ആണ് റോണിന്റെ ഹൗസിലുള്ളത്? ഓക്കെ ലിവിംഗ് റൂം, ഓക്കെ bedroom, Okay. kitchen, bathroom. ഓക്കെ, വെരി ഗുഡ്. ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം അല്ലേ? ഇതൊക്കെയാണ് റോണിയുടെ ഹൗസിലുള്ളത്. അതുപോലെ നമ്മുടെ ഹൗസിലും ലിവിംഗ് റൂം ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട്. ഒരു ബെഡ്റൂം അല്ല, നമ്മുടെ വീടുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും മെനി റൂംസ് ഉണ്ടാകാം അല്ലേ? ഒരു ബെഡ്റൂം ഉണ്ട് റോണിയുടെ ഹൗസില്, കിച്ചൺ ഉണ്ട് ആൻഡ് ബാത്റൂം ഉണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് എവിടെ ഉണ്ടാവുക? ഒരു ഹൗസിൽ ഉണ്ടാവുക അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക അല്ലേ? അവിടെ എന്തുണ്ട്? ഒരു സ്കൂളിന്റെ പിക്ചർ ഉണ്ടല്ലേ? ദിസ് എ സ്കൂൾ. ഓക്കെ, ഇവിടെ ഉള്ളത് എന്താണ്? റോണിയുടെ ഹൗസ് ആണ്. ആൻഡ് ഇവിടെ എന്തൊക്കെ ഉണ്ടാവാം? ഇത് സ്കൂൾ ആണല്ലേ? അപ്പോ ഹൗസിലാണ് ലിവിംഗ് റൂമും ബെഡ്റൂമും കിച്ചണും ബാത്റൂമും ഒക്കെ ഉണ്ടാകുക. നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? ഒരുപാട് റൂമുകൾ ഉണ്ട് അല്ലേ? ബാത്റൂം ഒക്കെ സ്കൂളിലും ഉണ്ടാകാറുണ്ട് അല്ലേ? ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആലിയ സ്കൂൾ. ആലിയ ഈസ് എ ഗേൾ ലൈക്ക് യുവേഴ്സ്. ആലിയ നിങ്ങളെ പോലുള്ള എന്താണ്? ഒരു LKG സ്റ്റുഡന്റ് ആണ് അല്ലേ? ആലിയ ഗോസ് ടു ലിറ്റിൽ ബർഡ് സ്കൂൾ. ദാറ്റ് ഇസ് ആലിയ സ്കൂൾ. ആലിയയുടെ സ്കൂളിന്റെ പേരെന്താണ്? ലിറ്റിൽ ബർഡ് സ്കൂൾ അല്ലേ? നമ്മുടെ സ്കൂളിന്റെ പേരെന്താണ്? നമ്മുടെ സ്കൂളിന്റെ പേരെന്താണ് അൻവിത? എന്താണ്? എന്താണ് അൻവിത? ഓക്കെ, നമ്മുടെ സ്കൂളിന്റെ പേര് എന്താണ്? എന്താണ് അൻവിത? ഓക്കെ, ട്രൂ ലൈറ്റ് ആണല്ലേ നമ്മുടെ സ്കൂളിന്റെ പേര്. എന്താണ് ആദിശ്രീ നമ്മുടെ സ്കൂളിന്റെ പേര്? എന്താണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ ഓക്കെ, സിയ ഫാത്തിമ എന്താണ് നമ്മുടെ സ്കൂളിന്റെ പേര്? സിയ? ആ, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ? ഫാത്തിമ മെഹ്റീൻ എന്താണ് നമ്മുടെ സ്കൂളിന്റെ പേര്? ഓക്കെ, എന്താണ് അഭിനവ് നമ്മുടെ സ്കൂളിന്റെ പേര്? അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ, ആ, വെരി ഗുഡ്. അതാണ് നമ്മുടെ സ്കൂളിന്റെ പേരല്ലേ? എന്താണ് റഫാൻ നമ്മുടെ സ്കൂളിന്റെ പേര്? റഫാൻ എന്ത് പറ്റി? റഫാൻ ഭയങ്കര ഗ്ലൂമി ആണല്ലോ റഫാൻ. ഓക്കെ, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ അല്ലേ? അപ്പൊ ആലിയയുടെ സ്കൂളിന്റെ പേരെന്താണ്? ലിറ്റിൽ ബർഡ് സ്കൂൾ അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂൾ എന്താണ്? ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ? ഓക്കെ, then ഏബൽസിന്റെ വാട്ട് ഹാപ്പൻ? മോനെ ഏബൽ, മോനെ റേഞ്ചിന്റെ അല്ലാതെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഏബലിന്റെ എന്താണ്? വീഡിയോ ഒട്ടും ക്ലിയർ അല്ല മോനെ. ഇപ്പൊ ഓക്കെ ആണ് മോനെ. ഫോൺ നേരെ വെക്കും മോനെ. ഏബൽ നേരെ തിരിച്ചു വെക്കും മോനെ. ഏബൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്. ആ, ഓക്കെ, റൈറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ്? ഇത് ആരുടെ സ്കൂളാണ് ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ? ദാറ്റ് ഇസ് ആലിയ സ്കൂൾ അല്ലേ? ആലിയയുടെ സ്കൂളാണ് അതല്ലേ? ഓക്കെ ഓക്കെ, ഷിഫാന അൺമ്യൂട്ട് ചെയ്ത മോളെ. ഷിഫാന. ഓക്കെ, സ്കൂളിൽ എന്തൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക മോളെ? Which type of rooms? ഷിഫാന, ഐ കാൻ ഹിയർ യു മോളെ. ഒട്ടും ക്ലിയർ ഇല്ല മോളെ. റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ഉണ്ട്. ക്ലാസ് റൂം. ഓക്കെ ഓക്കെ ഓക്കെ, ലിസൺ. അപ്പോ എന്തൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് മോളെ ഷിഫാന.
ഓക്കെ പറയൂ. Library. ഓക്കെ ലൈബ്രറി. Then Classroom. classroom. Then okay. Library. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ സ്കൂളില് എന്തൊക്കെയാണ് ഉണ്ടാവുക? സ്കൂളില് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി ആൻഡ് പ്ലേ ഗ്രൗണ്ട് അല്ലേ? മോനെ ഇബൽസിൻഡോ എന്തൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക നമ്മുടെ സ്കൂളില്? Which type of rooms? Living room. Computer room. Okay. Living room സ്കൂളിൽ Classroom. ഓക്കെ ക്ലാസ് Bedroom. ഞാനോട്ട് വേറെ room. ഏബൽസിൻഡോ ഓക്കെ ക്ലാസ് റൂം Classroom. ഓക്കെ Computer room. ഓക്കെ Library. ഓക്കെ പ്ലേ ഗ്രൗണ്ട് അല്ലേ? അപ്പൊ Playground. ഓക്കെ അപ്പൊ നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ സ്കൂൾ ഓപ്പൺ ആയിട്ട് വേണം നമുക്ക് ഇവിടെ വന്ന് പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കാനല്ലേ? ഓക്കെ അല്ലേ? അങ്ങനത്തെ എന്തൊക്കെയാണ്? അപ്പൊ നമ്മുടെ സ്കൂളിന്റെ പേരെന്താണ്? What's the name of our school? അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ ഓക്കെ പറയൂ. എന്താണ് മോനെ നമ്മുടെ സ്കൂളിന്റെ പേര്? വാട്ട്സ് ദ നെയിം ഓഫ് School. ട്രൂ ലൈഫ് Living ഇംഗ്ലീഷ്? room. ഓക്കെ 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 ഇനഫ്. ഓക്കെ ലിസൺ. ഓക്കെ അപ്പൊ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി ആൻഡ് പ്ലേ ഗ്രൗണ്ട് അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക അല്ലേ? ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി ആൻഡ് പ്ലേ ഗ്രൗണ്ട്. നമ്മുടെ സ്കൂളിലും എന്തുണ്ട്? ക്ലാസ് റൂം ഉണ്ട്, കമ്പ്യൂട്ടർ റൂം ഉണ്ട്, ലൈബ്രറി ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഒക്കെ ഉണ്ടല്ലേ? പ്ലേ ഗ്രൗണ്ടിൽ നിന്നാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കളിക്കണം അല്ലേ പ്ലേ ഗ്രൗണ്ടില്? അപ്പോ പ്ലേ ഗ്രൗണ്ട് എന്തിനാണ്? എയ്ഡൻ ജെ മാത്യു മോനെ വീഡിയോ ഓൺ ചെയ്ത് മോനെ. ഷിഫാന രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്യാ. ഓക്കെ എയ്ഡൻ ഓൾസോ. ഓക്കെ ആൻഡ് ദിസ് ഇസ് ഹർ ക്ലാസ് റൂം അല്ലേ? ദിസ് ഇസ് ആലിയാസ് ക്ലാസ് റൂം അല്ലേ? അപ്പൊ നമ്മുടെ സ്കൂളിലും എന്തുണ്ട്? ക്ലാസ് റൂംസ് ഉണ്ട് അല്ലേ? അപ്പൊ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് നമ്മുടെ സ്കൂളൊന്നും ഓപ്പൺ ആയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താണ് മിസ് മാത്രം ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നു അല്ലേ? അപ്പോ നമ്മുടെ സാധാരണ പോലെ സ്കൂൾ ഓപ്പൺ ആയതാണെങ്കിൽ നമ്മൾ എന്താണ് എല്ലാവരും ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാ പഠിക്കുക അല്ലേ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാവരും നിങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നു, ടീച്ചേഴ്സ് മാത്രം സ്കൂളിൽ ഇരിക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കുക. ഓക്കെ ദെൻ കമ്പ്യൂട്ടർ റൂം അല്ലേ? കമ്പ്യൂട്ടർ റൂം ഉണ്ട്. കമ്പ്യൂട്ടർ റൂം എന്തിനാ മോളെ നിറ്റാഷ? കമ്പ്യൂട്ടർ റൂം എന്തിനാണ് മോളെ? എന്തിനാണ് കമ്പ്യൂട്ടർ റൂം? കമ്പ്യൂട്ടർ റൂമിൽ എന്താണ് ഉണ്ടാവുക? Computer. കമ്പ്യൂട്ടർ ഉണ്ടാവും അല്ലേ? ഓക്കെ കമ്പ്യൂട്ടർ റൂമില് കമ്പ്യൂട്ടർ ആണ് ഉണ്ടാവുക. നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടർ റൂം അല്ലേ? ആ പിക്ചർ നോക്കുക, കുറെ കുട്ടികൾ കണ്ടില്ലേ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യാണല്ലേ കുറെ പേര്. അപ്പൊ നമ്മുടെ സ്കൂൾ ഓപ്പൺ ആയാല് ഇതുപോലെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്ന് പഠിക്കും അല്ലേ? അപ്പൊ ഇത് കമ്പ്യൂട്ടർ റൂം ആണ്. ദെൻ ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ദെൻ this is the library. That's picture of a library. ലൈബ്രറിയുടെ പിക്ചർ കണ്ടോ? ലൈബ്രറിന്റെ പിക്ചർ എല്ലാവരും കണ്ടില്ലേ? ഓക്കെ 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 ഉമർ അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഉമർ
ഓക്കെ, ലൈബ്രറി എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുക ഉമർ? വാട്ട്സ് ദ പർപ്പസ് ഓഫ് ലൈബ്രറി? ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? കേൾക്കുന്നില്ല മോനെ? ഐ കാൻ ഹിയർ യു ഉമർ. വൈ? ഓക്കെ, പറയൂ മോനെ ഉമർ. ആ, ആ ബുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരുപാട് പുസ്തകങ്ങളുള്ള മുറിയാണല്ലേ ലൈബ്രറി. ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? ഒരുപാട് ബുക്സ് ഉണ്ടാവും അല്ലേ? സ്റ്റോറി ബുക്ക്, പോയം, നോവൽ, അങ്ങനെ ഒരുപാട് ബുക്സ് ആണ് ഉണ്ടാവുക ലൈബ്രറിയിൽ അല്ലേ? നമുക്ക് പോയിട്ട് ഇരുന്ന് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ് ലൈബ്രറി. ഓക്കെ, ലൈബ്രറി ഈസ് ദ പ്ലേസ് ടു റീഡ് അസ് അല്ലേ? നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണ് ലൈബ്രറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ദ പ്ലേ ഗ്രൗണ്ട് അല്ലേ? ദാറ്റ്സ് പിക്ചർ ഓഫ് പ്ലേ ഗ്രൗണ്ട് ഓഫ് ആലിയ സ്കൂൾ. ആലിയയുടെ സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ട് ആണ് കാണുന്നത് അല്ലേ? പ്ലേ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട് അല്ലേ? കുറെ കുട്ടികൾ അവിടെ കയറി സ്ലൈഡിലൊക്കെ കയറി കളിക്കുന്നുണ്ടല്ലേ? ദാറ്റ് ഇസ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിൽ എന്താണ് ഉണ്ടാവുക? ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലേ നമുക്ക് കളിക്കാൻ വേണ്ടി? പ്ലേ ഗ്രൗണ്ടിൽ ഒരുപാട് ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് ഉണ്ടാവും നമുക്ക് കളിക്കാൻ വേണ്ടി അല്ലേ? ഇങ്ങനത്തെ എന്താണ് സ്ലൈഡ്, സീസോ, സ്വിങ്, അങ്ങനത്തെ മെറി ഗോ റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഔട്ട്ഡോർ പ്ലേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, എക്യുപ്മെന്റ്സ് നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ, ഓക്കെ അഭിനവ്, ലിസൺ. ഓക്കെ, ദെൻ എന്താണ് നമ്മളപ്പോ ഹൗസിനെ കുറിച്ചും പഠിച്ചു, സ്കൂളിനെ കുറിച്ചും പഠിച്ചു അല്ലേ? ഹൗസിൽ എന്തുണ്ട്? ഒരുപാട് റൂംസ് ഉണ്ട്. ഹൗസിൽ ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, അങ്ങനെ ഒരുപാട് റൂം ഇവിടെ ഹൗസിലുണ്ട്. ദെൻ സ്കൂളിൽ എന്തൊക്കെയുണ്ട്? ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെയാണ് എവിടെ ഉണ്ടാവുക? സ്കൂളിൽ ഉണ്ടാവുക അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് സ്കൂളും എന്താണ് ഹൗസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? സ്കൂളിൽ ഉണ്ടാവുന്നത് ലിവിംഗ് റൂമും ബെഡ്റൂമും ഒക്കെയാണ്. എന്താണ്? എന്നാൽ ഹൗസിൽ ഉണ്ടാവുന്നത് ലിവിംഗ് റൂമും ബെഡ്റൂമും ഒക്കെയാണ്. എന്നാൽ സ്കൂളിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെയാണ് സ്കൂളിൽ ഉണ്ടാവുക അല്ലേ? ഓക്കെ, നമുക്കപ്പോ സ്റ്റോപ്പ് ചെയ്യാമല്ലേ ഇന്ന്? ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്?